എന്നിട്ട് അയാളോട് ഡയലോഗ് പറഞ്ഞു, എനിക്കിന്നലെ കെട്ടാവുന്നല്ല, ജസ്റ്റ് ഒന്ന് ബെസ്റ്റ് കളിച്ച് നടക്കാനാന്ന് പറഞ്ഞു. ഞാനാണ് നീ പന്തെടുത്തത് എന്താ പറയുന്നത്, എനിക്ക് ഇപ്പം എന്താ പറയേണ്ടതെന്ന് അറിയാം. എനിക്ക് അതാണ് എനിക്കിതിനെ കെട്ടാവുന്നല്ല. അതാണ് ഞാൻ ഇങ്ങനെ വണ്ടടിച്ചു ഇയാൾ എന്ത് തേങ്ങ പറഞ്ഞു, എനിക്കിതിനെ കെട്ടാവുന്നില്ല, ജസ്റ്റ് ബെസ്റ്റ് കളിച്ചിരിക്കാനാണ്. ഞാനൊക്കെ തേങ്ങ നോർമലി അയാളുടെ ധൈര്യം ഞാൻ സംബന്ധിച്ചു കേട്ടോ. ഈസ് എ ബ്രേവ്. ഒരാളങ്ങനെയാണെന്ന് പറയില്ല. ഇപ്പം ഒരാൾക്ക് ബെസ്റ്റ് ആയിട്ട് ഇരിക്കാനാണെങ്കിലും അവരാദ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ ഒഴിഞ്ഞ് സംസാരിച്ചിട്ടൊക്കെയാണ് ഇതാക്കുക. ഇയാൾ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ഉണ്ടോ എൻ്റെ മോനെ. ഞാനങ്ങ് വണ്ടടിച്ചില്ലേ, ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡായി ചോദിച്ചിട്ടുണ്ടല്ലോ. എനിക്കൊന്നും ഭ്രാന്തി എന്താ ഞാനിങ്ങനെ വണ്ടടിച്ചിരുന്നു, ഇങ്ങനത്തെ മനുഷ്യരുണ്ടോ ദൈവമേ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇൻസ്റ്റയിൽ ഫോളോ, ഞാൻ മുമ്പ് കണ്ട് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടുള്ളൂ. ഞാൻ അത് നോക്കി മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് ഇയാൾ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഫോളോ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്, മെസ്സേജ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ധൈര്യം ഉണ്ടെന്ന് ആലോചിക്ക്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ മെസ്സേജ് ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ഞാൻ ചെയ്യും പിന്നെയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല ചേട്ടാ, ചേട്ടൻ വേറെ ആരെങ്കിലും പോയി നോക്കിപ്പോൾ. ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. എന്നാലും എന്നിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാനിങ്ങനെ വണ്ടറായെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി ഞാൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പപ്പ വന്നു. അപ്പോൾ തന്നെ പപ്പ വന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ബൈക്കിൽ നിന്ന് പുറകിൽ പോകാൻ തോന്നുന്നു. എനിക്ക് എന്തോ ആയി പോയി തോന്നുന്നു, എനിക്കറിയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് എന്തോ എനിക്കറിയില്ല, എന്തെങ്കിലും ആയിട്ടുണ്ടാവും അയാൾക്ക്. നല്ലൊരു ഉടുപ്പ് വേണ്ട അയാൾക്ക്. അയാൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും, എനിക്കറിയില്ല. ഡെയിലി കാണുമ്പോൾ എനിക്കറിയില്ല കേട്ടോ. ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് കമ്പനി പറ്റിയല്ലോ, നോക്കാം. ഡ്രൈവിങ്ങിന് പോകല്ലേ, സോ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്. മുടി അയച്ചിട്ടുണ്ടാകും പോകുന്നത്. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. സോ ഇങ്ങനെയുണ്ട് എൻ്റെ കഥ. ശരിക്കും നടന്നതാണ് കേട്ടോ, ഞാൻ തള്ളിയല്ല, ഇത് ശരിക്കും നടന്നതാണ്. സോ ബൈ.